വെൽക്കം ടു റെസിപ്പി ഫോമുല. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ അമർത്തിയാൽ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലും കുറച്ച് നെയ്യുമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗീ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ മാത്രമായിട്ട് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്യൂ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായി ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റണം. അപ്പോൾ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതായി ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കോരി മാറ്റാണ്. അതിനുശേഷം 6 സവാള നമുക്ക് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ദം സെറ്റ് ചെയ്യുമ്പോൾ ഇടാനുള്ളതാണ്. അപ്പോൾ നല്ല അത് വഴറ്റി നല്ല ക്രഞ്ചി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ബ്രൗണിഷ് കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നല്ല ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഇത് ഇതേപോലെ കോരി മാറ്റി വെച്ച് കഴിഞ്ഞാലും അവസാനം വരും അത് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ചെറുതായി ഒന്ന് വിരൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ക്രഞ്ചി ആയിരിക്കുകയാണ്. ഇത് പെർഫെക്റ്റ്ലി റെഡിയാണ്. ഇതിന് ശേഷം നമുക്ക് 3 to 4 സവാള മീഡിയം സൈസ്ഡ് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളിനി ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. ഗ്രേവിക്ക് വേണ്ടി നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതായി നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ല വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ ഒരു പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല വഴറ്റി കൊടുക്കാം. ഈ പേസ്റ്റിൽ ആദ്യമേ നമ്മൾ 10 പച്ചമുളക്, ഒരു മീഡിയം സൈസ്ഡ് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടാണ് ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ പച്ചമണം മാറുന്ന വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം അത് കണ്ടിന്യൂസ്ലി വഴറ്റി തന്നെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് എപ്പോഴും ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിലോട്ടാണ് നിൽക്കുന്നത് ബിരിയാണിയിൽ. അപ്പോൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഫുൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മുളക് പൊടിയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടി കൊടുക്കാം. അതിനുശേഷം നല്ല കഴുകിയെടുത്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 kg ചിക്കൻ ഉണ്ട്. ഇതെല്ലാം നല്ല നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചിക്കൻ ഒരു വെള്ള കളർ ആകും. നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. നല്ലതായിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഒരു വെള്ള കളർ പോലെ വരും. അതുവരെ അത് വഴറ്റി നല്ലതായിട്ട് ഗ്രേവിയായി യോജിപ്പിക്കണം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നല്ല ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുക്കണം. അപ്പോൾ എപ്പോഴും മല്ലിയിലയും പുതിന ഇലയും കുറച്ച് കൂടുതൽ ചോപ്പ് ചെയ്ത് വെക്കണം. പക്ഷേ ഇത് കുറേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ.
അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്തെടുത്ത് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്തതാണ്. 2 സ്പൂൺ തൈര് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണം തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. എല്ലാം ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ വെള്ളം തളിച്ചൊന്നും കൊടുക്കുന്നില്ല. ഇത് അടച്ചു വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് 2-3 തവണ ചെയ്യണം, ചിക്കൻ നല്ലതായിട്ട് വേകുന്നത് വരെ. ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതിന് ശേഷം നമുക്ക് അരി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ബേ ലീവ്സ്, ഏലക്ക, ഗ്രാമ്പു, 1 സിനമണും ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ല കഴുകിയെടുത്ത ബാസ്മതി അരി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ബിരിയാണി അരിയും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ബാസ്മതി അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ അരി ഇട്ട് കൊടുത്ത് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 90% അരി കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. പകുതിയോളം അരി ആദ്യത്തെ ലെയറിൽ ഇട്ട് കൊടുക്കണം. നല്ല അരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതൊന്നും ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കൊരു ലെവൽ കിട്ടും റൈസിൽ. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് നാരങ്ങ നീര്, ചൂടുവെള്ളം, മഞ്ഞൾ എല്ലാം കൂടി മിക്സ് ചെയ്ത വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരു സ്പെഷ്യൽ കളർ കൊടുക്കും ബിരിയാണിയിൽ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ഗീ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ലെയറിലേക്ക്. എന്നിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പകുതിയുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ ലെവലാക്കി കൊടുക്കണം. നല്ല ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾ സിറപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നാരങ്ങാ നീരൊക്കെ ഉള്ളതുകൊണ്ട് ചോറൊക്കെ ഒട്ടാതെ ഇത് സഹായിക്കും. അതിൻ്റെ കൂടെ തന്നെ ചൂടുവെള്ളവും കുറച്ച് ഉപ്പും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ സാഫ്രോൺ ആഡ് ചെയ്യാം. സാഫ്രോൺ എന്നിട്ട് നമ്മൾ മാറ്റി വെക്കണം, അതായത് കുങ്കുമം, അതും കളർ കൊടുക്കും. അതിനുശേഷം നേരത്തെ ഇട്ട പോലെ തന്നെ മെൽറ്റ് ചെയ്ത് നെയ്യ് ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ബാക്കിയുള്ള മൊത്തം ഉള്ളിയെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, അതായത് സവാള. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ചോറ് നല്ല ലെവലാക്കി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആവി കയറുമ്പോൾ നല്ലതായിട്ട് മേളിൽ വരെ അത് നല്ലതായിട്ട് ആവി കയറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഡം. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് മൈദയിട്ട് സീൽ ചെയ്യുന്നൊന്നുമില്ല. വേണമെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ച് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ റെഗുലറായിട്ട് തന്നെ ലെഡ് ക്ലോസ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് മുട്ട ഇഷ്ടമുണ്ടെങ്കിൽ മുട്ട നല്ലതായിട്ട്
മുട്ട നല്ലതായിട്ട് ബോയിൽ ചെയ്തത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ മേളിലൊരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ലെഡ് നല്ല അടഞ്ഞിരുന്നോളും. ഇതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ്സ് ആണ് പെർഫെക്റ്റ്. 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരും. 15 മിനിറ്റ്സ് വരെ പോകണ്ട. അപ്പോഴത്തേക്കും നല്ല സ്മെല്ലും നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് സാധാരണ ചോറ്, മേളിലത്തെ ചോറ് മാറ്റി വെച്ച് അടിയിലത്തെ ചിക്കൻ നമുക്ക് എടുക്കാം. എന്നിട്ട് ചോറായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.